പേരെന്തുവാ ചേട്ടാ? അങ്ങനെ വിളിക്കില്ലേ നാണാ എന്നാ ചേട്ടന്റെ പേരെന്നാ? സോളമനാണോ? ആ അതാണ് സോളമൻ. മറഞ്ഞുപോയി. ഫ്ലവേഴ്സിന്റെ ആസ്ഥാന ആനക്കാരനാണ്. ഇന്ന് ആനപ്പാട്ടല്ലെന്ന് തോന്നുന്നു. ആ അതാണ് ആടാണ്. ഓ ഇന്ന് സോളമൻ ചേട്ടൻ ആടിന്റെ പാട്ടാണോ പാടുന്നത്? ആണോ? അപ്പൊ ഇത് ആരാ പാടിയത്? ഇതിപ്പോ പാടാൻ പോണ ആദി. ശരിക്കും പാടിയതാരാ? ഇരിക്കുന്നുണ്ട് അയാള്. തൊട്ട് കാണിക്കട്ടെ കാണിക്കട്ടെ. ഓ വെടിവെച്ചിട്ടു. നീ ഞാനാ? മധുന ട്യൂൺ ഓർമ്മയില്ലേ? എനിക്ക് കുറുമ്പനാടേ വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്. കുഞ്ഞാടേ കുറുമ്പനാടേ വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്. അവൻ ഇങ്ങനെ തന്നെ പാടും കേട്ടോ. ഇങ്ങനെയായിരുന്നോ ട്യൂൺ? പിന്നെ എങ്ങനെയാ കൊച്ചൊന്ന് ശരിക്കും പാടിയത്? ട്യൂൺ ഡി ഷാർപ്പിലാണോ? ഓക്കെ ഓക്കെ. ഞാൻ അറിഞ്ഞില്ല. പഠിച്ചിട്ട് വരണേ. ഇത് ഡി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ മധുര മനസ്സിലാവുന്നില്ല. അത് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. എനിക്കും ഈ ആയിരുന്നു, അത് ഞാൻ ഡി ഷാർപ്പാക്കി. ഓ അത് ശരി, ഡി ഷാർപ്പാക്കി. ഇതെങ്ങനെയാ ഡി ഷാർപ്പിലുള്ള ട്യൂൺ എങ്ങനെയാ വരുന്നേ? ഒന്ന് പാടി കേക്കട്ടെ. അതെനിക്ക് തോന്നു പറ്റില്ല. ഏതില്? തോന്നറിയില്ല. ട്യൂൺ അറിയില്ലേ? പിന്നെ എങ്ങനെ പാടുമ്പോ മറന്നുപോയോ ട്യൂണ്? ഒന്ന് വെറുതെ പാടി നോക്കിക്കേ. ഇങ്ങനെയാണോ? വന്നല്ലോ, ഓർമ്മ മറന്നോ നീ. ഓർമ്മ വന്നല്ലോ. ജസ്റ്റ് മിസ്സിന്. അതെ 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 അതെ. ഇത് ബേണി ഇഗ്നേഷ്യസ് അല്ലേ മ്യൂസിക് അല്ലേ? നല്ല പാട്ടാട്ടോ മധു. ലിറിക്സോ? റിലിക്സ് അനിൽ പനച്ചൂര സാർ. സിനിമ? മേരിക്കെന്റെ കുഞ്ഞാട് 2010. 2010. അതെ. എന്താ ആനേന്ന് ആടിലേക്ക് മാറിയത്? ആനന്ന് ഞാൻ അയച്ചു വിട്ട്. ആടിനെ അഴിച്ചു വിട്ടോ? ചേഞ്ച് അല്ലേ? എന്നാ നമുക്ക് ഈ കുഞ്ഞാടിന്റെ പാട്ട് കേൾക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി സോളമൻ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. സോളമൻ ചേട്ടാ ശരി. ചെങ്ങാ
കലക്കിയല്ലോ, മിടുക്കനായിട്ട് പാടിയല്ലോ. ആദി, പുലി കുഞ്ഞാദിന്റെ ഫ്രണ്ടാണോ? പുലിക്കുട്ടനെ കുഞ്ഞാദിന്റെ ഫ്രണ്ടാണോ? ആണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് കടിക്കുമ്പോൾ അത് കത്തിക്കും കേട്ടോ. കതിക്കൂല. കടിക്കും. ആദിനോട് ഭയങ്കര ഇഷ്ടമായെന്ന് കതിക്കൂല. കടിക്കും. അതെന്താ കൂട്ടാവാത്തെ? പുലി ഇല്ലേ, മൃഗമല്ലേ, അതുകൊണ്ടില്ലേ അപ്പൊ ആട് മൃഗമല്ലേ? കടിക്കും. നിങ്ങളെയും കടിക്കും. ഞങ്ങളെ കടിക്കുവോ? അപ്പൊ ആട് മനുഷ്യനാണോ? അത് പാവം ജീവിയല്ലേ, അതുകൊണ്ട് അതൊന്നും ചെയ്യൂല. പാവം ജീവിയാണോ? ആ, അതിനിടയ്ക്ക് പാടുന്നത് അതൊന്നു അതൊന്നു അതെങ്ങനെ പാടിയ? ആടുന്നു ആടുന്നു തേൻ കുരുന്നുകൾ. മധു, ഒരു കാര്യം ഉണ്ട് കേട്ടോ. മ്യൂസിക്കലി നമ്മുടെ ആദി ഒരു വല്ലഭനാണ് കേട്ടോ. അതെ അതെ, വല്ലഭൻ. വല്ലഭൻ. വല്ലഭനും അല്ല, വല്ലഭൻ. വല്ലഭൻ. അത് ഈ ചിറകിത്തുള്ള ഒരു അങ്ങനെ പാടിയില്ലേ, അത് ആ നോട്ട്സ് ഇഷ്ടം. അതെ, അതെ, അതെ. ഈസിയല്ല. അതുപോലെ മധുരിമ നനവിൽ അല്ലേ, അത് പെട്ടെന്ന് കിട്ടൂല. അതെ, പക്ഷെ ആദിക്ക് ടക്ക എന്ന് പറഞ്ഞ് കിട്ടി. എങ്ങനെ കിട്ടി? ടക്ക അങ്ങനെ പറഞ്ഞ് കിട്ടി. പിന്നെ കന്യാവനം എന്ന് പാടിയില്ലേ, അത് അങ്കിളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോട്ടോ. അതെങ്ങനെയാണ് കന്യാവനം പാടിയത്? കന്യാവനം പൂവിടുന്നു ചേലുള്ള ചിത്രമായി ആരവമീ വിധം കേണിടുന്നുവോ. കന്യാവനം പൂവിടുന്നു ചേലുള്ള ചിത്രമായി ആരവമീ വിധം കേണിടുന്നുവോ. ആദ്യം ആരാ മീനുട്ടാ? ആരാ ആരാ മധു? ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. സൂപ്പറായല്ലോ, അടിപൊളിയായിട്ട് പാടി. ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കണേ? എങ്ങനെയാന്ന് പറ. ഇതൊക്കെയാണ് വലിയ കാര്യം. ഇപ്പൊ പറഞ്ഞില്ലേ, ആ ചരണമൊക്കെ തുടങ്ങിയത് നല്ല രസമുണ്ടായിരുന്നു. മധുരിമ മഴ നനവിൽ വാർന്നുവോ, അതുപോലെ തന്നെ ഇപ്പൊ പഠിപ്പിച്ച ഭാഗങ്ങള് കന്യാവനം, അതൊക്കെ നല്ല രസമായിട്ട് പാടി. അതുകൊണ്ട് ഒരു കുഞ്ഞു വേർഷൻ പാടിയ പോലെ തോന്നി. അങ്ങനെ തോന്നി. അതെ 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 അതെ, കൊള്ളാം, മിടുക്കൻ. ആദിക്കുട്ടാ ഗംഭീരമായി പാടിയല്ലോ. മധുക്കുട്ടൻ ഗംഭീരമായിട്ട് പാടി വെച്ചത് വളരെ പുഷ്പം പോലെ പാടി അല്ലേ, എഫേർട്ട്ലെസ് ആയിട്ട് പാടി. അതെ അതെ, നോട്ട്സ് ഒക്കെ എന്ത് രസമായോ ടച്ച് ചെയ്യുന്നതൊക്കെ. എനിക്ക് കുട്ടൻ പറഞ്ഞ ആ പോർഷൻ തന്നെ എനിക്ക് ഇഷ്ടമായി. ആടുന്നു ആടുന്നു ആടുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയി പാടിയാണ്. ഈ പാട്ടാരോ സെലക്ട് ചെയ്തെന്ന് മോനെ? കൃത്യമായി പഠിച്ച് പാടി. പക്ഷെ പഠിപ്പിച്ചെന്നെ. അമ്മ പാട്ട് പാടുവോ? അമ്മ പാടാതെ രണ്ട് ലൈൻ അമ്മയുടെ കേട്ടാലോ? അമ്മ പാടാതിരിക്കുന്നതാണ്. പാടാതിരിക്കുന്നതാണോ? എന്നാ കേൾക്കാം, നമുക്കൊന്ന് അമ്മയുടെ പാട്ട് കേൾക്കാം. ഇത് തന്നെ പാടാം. ഇത് തന്നെയാണോ? വേറെ പാട്ട് പാടിയ അത് പഠിപ്പിച്ചത് ഇപ്പൊ അതേ ചേച്ചിക്ക് ഓർമ്മയുള്ളൂ. എന്നാ ശരി, ഓക്കെ. എന്നാ ഇതിന്റെ പല്ലവി. കുഞ്ഞാടി കുറുമ്പനാടി വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്, ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും, കുഞ്ഞാടി നിൻ കൂട്ടാവില്ല പുലിയൊരു ഇത്രയും മിടുക്കിയായിട്ട് പാടുന്ന ആളാണല്ലേ ആദിക്കുട്ടൻ. ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ പട്ടാളത്തിലെ പാട്ടുകാരൻ, അമ്മ വീട്ടിലെ പാട്ടുകാരി. പാടാറില്ലേ? പാടാൻ തൊണ്ടയ്ക്ക് എന്തോ പറ്റി, പാടിക്കൊണ്ടിരുന്നായിരുന്നു. ഒരു 22 വയസ്സായപ്പോ തൊട്ട് സൗണ്ട് അങ്ങ് അടഞ്ഞു പോവാ, പാടാൻ പറ്റുന്നില്ല ഇപ്പൊ. നമുക്ക് അമ്മയും മോനും കൂടെ ഒന്നിച്ച് പാടിയാലേ ഈ പാട്ട് സ്റ്റേജിലേക്ക് വരും. യെസ്, പാടാ നമുക്ക് സോളമൻ ചേട്ടാ. ഓക്കെ. കുഞ്ഞാടി കുറുമ്പനാടി വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്, ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും, കുഞ്ഞാടി നിൻ കൂട്ടാവില്ല പുലിയൊരു നാളും, കുഞ്ഞാടി
സൂപ്പർ സൂപ്പർ. അഞ്ജു, ഞാനൊരു കാര്യം പറയട്ടെ, പാടിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ശരി സർ. ശബ്ദത്തിന് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതെ, ഒരു അടപ്പമില്ലല്ലോ. നല്ല രസമുണ്ട്. അച്ഛൻ ദേ ഇരിക്കുന്നു. അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ താഴെ ഇരുന്ന് കേക്കുക പാട്ട്. വീട്ടിൽ ഡുവേറ്റ് പാടാറുണ്ടോ? ഇല്ല, ഇല്ലേ? അപ്പൊ അച്ഛൻ പാടിപ്പിക്കാറില്ലേ? ഞങ്ങള് പാടി പാടി തന്നെയാ കണ്ടത്. ആണല്ലേ? അതെങ്ങനെ? അങ്ങനെയാണ്. അതെന്താ അതിന്റെ കഥ? അതല്ല, അത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഇന്റർസോൺ യൂത്ത് ഫെസ്റ്റിവൽ നമുക്ക് അച്ഛനെ കൂടെ വിളിച്ചു ചോദിക്കാലോ. അച്ഛനെ വിളിക്കൂ. അച്ഛാ വരൂ. എന്താ പേര്? ശാന്തരാജ്. ശാന്തരാജ്. ഉഗ്രൻ സിംഗറാ. സൂപ്പർ പാട്ടുകാരനല്ലേ? ആ, ഗംഭീര സിംഗറാണ്. അപ്പൊ പാട്ടിലൂടെ വന്ന ആ പ്രണയത്തിന്റെ കഥ ഒന്ന് പോരട്ടെ. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന്റെ സൗത്ത് സോണിന്റെ പ്രാക്ടീസ് ട്രിവാൻഡ്രത്ത് നമ്മുടെ സ്റ്റുഡൻറ് സെന്ററിൽ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാനന്ന് 3 ഇവന്റിനുണ്ടായിരുന്നു. ഫോക്ക് ഓർക്കസ്ട്ര, പിന്നെ ലൈറ്റ് മ്യൂസിക്, പിന്നെ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അഞ്ജുവിന് യൂണിവേഴ്സിറ്റിയിൽ ഒപ്പനയ്ക്ക് 3 വട്ടം ഫസ്റ്റാണ് യൂണിവേഴ്സിറ്റിയിൽ. ഒപ്പനയ്ക്ക് മണവാട്ടിയായിരുന്നോ? അല്ലല്ല, സിംഗറാണ്. സിംഗറാണ്. അപ്പം അങ്ങനെ സെലക്ട് ആയി വന്നത്. അപ്പൊ ഞങ്ങളെ ഗ്രൂപ്പ് ഐറ്റംസിനെല്ലാം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെ അങ്ങനെ പ്രൊസീഡ് ആയി, കല്യാണമായി. അത് ശരി. അപ്പൊ ഡ്യുവറ്റ് പാടാറില്ലേ? ഡ്യുവറ്റ് തൊണ്ട രണ്ടുപേർക്കും തൊണ്ട പ്രശ്നമോ? ഇതുവരെ പാടിയിട്ടില്ലേ? ഡ്യുവറ്റ് പാടിയിട്ടില്ലേ? എവിടെയും പാടിയിട്ടില്ലേ? ഇല്ല. പാട്ടുകാർ തമ്മിൽ പ്രണയം, പക്ഷെ പാടിയിട്ടേ ഇല്ല. ഇത്രയും വർഷമായിട്ട് പാടിയില്ലേ? ഒരു ഡ്യുവറ്റ് പോലും പാടാത്ത ദമ്പതികളോ? അത് ഞങ്ങളാണ്. അപ്പൊ സാരമില്ല, അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്താട്ടെ. ഇപ്പൊ ദമ്പതികൾക്കും മകനും നമ്മുടെ കുഞ്ഞിനും എല്ലാവർക്കായിട്ട് പോരട്ടെ അങ്ങനെ ഒരു മധുര മഴ. കുഞ്ഞാടേ കുറുമ്പനാടേ വഴി മറന്നോ നീ? തേടുകയാണോ നിൻ കളിമേട്? ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും. കുഞ്ഞാടേ നിൻ കൂട്ടാവില്ല പുലിയൊരു നാളും. താങ്ക് യു. കൈ പിടിച്ച് പൊക്കോ.